ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ തോൽവിക്കും സർക്കാരും മന്ത്രിമാരും മെച്ചപ്പെടണമെന്ന വിമർശനങ്ങൾക്കുമെല്ലാം അവസാനം പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി ജനകീയമാക്കാനുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വച്ചിരിക്കുകയാണ് CPM മാർഗരേഖ. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടണമെന്ന് നിർദ്ദേശിക്കുന്ന മാർഗരേഖ സർക്കാർ പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ തന്നെ ആദ്യം പരിഹരിക്കണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗരേഖ. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനങ്ങളുടെ അവകാശ വിഷയങ്ങളിൽ സർക്കാർ കാണിച്ച അനാസ്ഥയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ എടുക്കുന്ന കാലതാമസവുമൊക്കെ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് നയിക്കുകയും ഇടതുപക്ഷത്തിന് പരാജയമായി തന്നെ അത് മാറുകയും ചെയ്ത സാഹചര്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനുശേഷം നടന്ന ഓരോ അവലോകന യോഗങ്ങളിലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലുള്ള വീഴ്ച സംബന്ധിച്ച ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്നും CPM മാർഗരേഖയിൽ നിർദ്ദേശം മുൻപോട്ട് വച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ കൊടുത്തു തീർക്കാനാകണം. അടിസ്ഥാന വിഭാഗങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ മുടങ്ങാൻ പാടില്ല എന്നാണ് മാർഗരേഖയിലെ നിർദ്ദേശം. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകണമെന്നും സർക്കാർ സാമ്പത്തികമായി അച്ചടക്കം പാലിക്കണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. പ്രവർത്തനത്തിന് കേഡർമാരെ കിട്ടാനില്ല എന്നും CPM ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട്. വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലാതെയാകുന്നുണ്ടെന്നും ഹൈന്ദവ വോട്ടുകൾ വർഗീയവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നുമൊക്കെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിന് നല്ല കേഡർമാരെ കിട്ടാനില്ല എന്നും CPM മാർഗരേഖയിൽ ഇപ്പോൾ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്ന പ്രവണത ശക്തമാണെന്നും മാർഗരേഖ ചൂണ്ടിക്കാണിക്കുന്നു. വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലാതെയാകുന്നതായും രേഖയിൽ വിമർശനമുണ്ട്. CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് വർഗീയവൽക്കരിക്കുന്നുവെന്നും രേഖ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈന്ദവ വികാരം ഉണർത്തി BJP വോട്ടുകൾ സ്വന്തമാക്കുന്നു. BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനാകണമെന്നും രേഖയിൽ നിർദ്ദേശമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും CPM സംസ്ഥാന സമിതിയുടെ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നു. ഇടതുമുന്നണി കാണിച്ച മുസ്ലിം പ്രീണനം പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ഒരു ചോർച്ച ഉണ്ടാക്കിയിരുന്നു. CPMന്റെ കരുത്തായിരുന്ന ഈഴവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചോർച്ച അവരെ ഭയപ്പെടുത്തുന്നതാണ്. CPM സമീപനങ്ങളിൽ മാറ്റം വരത്തക്ക വിധം ആ അടിയൊഴുക്ക് ഇത്തവണ ശക്തമായിരുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ LDFന്റെ ഭാഗത്തു നിന്നും മുസ്ലിം പ്രീണനം ഒരു പരിധിവരെ പ്രകടമായിരുന്നു. പലപ്പോഴും മുസ്ലിം ലീഗിനെയും അതേസമയം UDFനെയും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സമസ്ത മത നേതാക്കളുമായി ഒത്തുചേരാൻ അവരുമായി സംവദിക്കാൻ ലഭിച്ചിരുന്ന ഒരവസരവും CPM പാഴാക്കിയിരുന്നില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കം പല നേതാക്കളും രംഗത്ത് വന്നിരുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് പുതിയ മാർഗരേഖ ഇപ്പോൾ CPM പുറപ്പെടുവിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ലൈഫ് ഭവന പദ്ധതി നടപടികൾ വേഗത്തിലാക്കണം. പരാതികൾക്ക് ഇട നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. സർക്കാർ പദ്ധതികളിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തുറന്നു കാട്ടണം. ഓരോ മേഖലയിലെയും ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി അതാത് സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് വരണമെന്നും നിർദ്ദേശമുണ്ട്. എല്ലാം സംസ്ഥാനത്തിന് മാത്രമായി പരിഹരിക്കാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. യൂണിയനുകളുടെ വോട്ട് എങ്ങോട്ട് പോയി? ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന CPMഉം CPIയും അവരുടെ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളോട് ചോദിക്കുന്ന ചോദ്യമാണിത്. പാർട്ടി വേദികളിൽ മാത്രം കേട്ടിരുന്ന ഈ ചോദ്യം ഇപ്പോൾ ഇരു പാർട്ടികളെയും സംസ്ഥാന സെക്രട്ടറിമാർ പരസ്യമായി തന്നെ ചോദിച്ചു തുടങ്ങി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആനുകൂല്യങ്ങൾ അടക്കമുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും നടപടികൾ എടുക്കുമ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രമാണോ പാർട്ടിയും സർക്കാരും? തിരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചു സഹായിക്കാൻ തൊഴിലാളി സംഘടനകൾക്ക് ബാധ്യതയില്ലേ എന്നാണ് പാർട്ടി നേതൃത്വം ഉയർത്തുന്ന ചോദ്യം. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത് കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗരേഖ ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത്.